RS രാജീവ്, നിങ്ങൾ റെയിൽവേയുടെ നിലപാടിനോടുള്ള പ്രതികരണമാണ് എനിക്ക് കേൾക്കേണ്ടത്. ഇപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കേട്ടല്ലോ, റെയിൽവേയുടെ ചുമതലയുള്ള റെയിൽവേക്ക് കീഴിലുള്ള ഭാഗത്താണ് ഈ പാറ പോലെ ഉറച്ച മാലിന്യമുള്ളത്. അപ്പുറത്തേക്കൊക്കെ കൃത്യമായി എല്ലാ ദിവസവും എന്ന പോലെ ശുചിയാക്കൽ നടക്കുന്നു എന്നുള്ളൊരു വിഷയം. മാത്രമല്ല, റെയിൽവേ നടപടിയെടുത്തില്ല. റെയിൽവേയാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഇന്ന് കോടതിയും ചില നിർണായകമായ ചോദ്യങ്ങൾ റെയിൽവേയോട് ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ട് നൽകേണ്ടി വരും. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇതിനകത്ത് ഒരു കാര്യം, ആദ്യം തന്നെ വിജിലൻസ് ഉൾപ്പെടെയുള്ള നേവി ഉൾപ്പെടെയുള്ള എല്ലാ ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങിയ ആൾക്കാരെയും അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെയിൽവേയുടെ കാര്യം ഇദ്ദേഹം പറഞ്ഞു. വെറും 713 മീറ്ററുള്ള സ്ഥലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ മാലിന്യം വന്ന് അടിഞ്ഞത് എവിടെ നിന്നാണ്? റെയിൽവേയുടെ മാത്രമാണോ? 2017 2013 ആ റെയിൽവേയുടെ ടണൽ വൃത്തിയാക്കിയ ആരാണ്? തിരുവനന്തപുരം നഗരസഭയല്ലേ. ഇനി റെയിൽവേ അത് ചെയ്തില്ല. അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ടല്ലോ. നഗരസഭ എന്തുകൊണ്ടത് ചെയ്തില്ല? നഗരസഭ ചെയ്തത് മാത്രമല്ല, മന്ത്രിമാരുണ്ടല്ലോ, സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണമല്ലോ, അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെ തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഇതല്ല. ഇതെന്ന് പറയുന്നത് ഈ വിഷയമുണ്ടായപ്പോൾ ഉണ്ടായ കാരണം, രാഷ്ട്രീയപരമായിട്ട് പറയുന്നതല്ല. സ്മൃതി തന്നെ നോക്കണം. കഴിഞ്ഞ 60 വർഷത്തിൽ നമ്മൾ പണ്ട് തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ നിത്യഹരിത നഗരം എന്നാണ്. ഇന്നത് നിത്യ മാലിന്യ നഗരമാക്കിയത് ആരാണ്? ഈ രാജ്യത്ത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം പ്ലാസ്റ്റിക് നിരോധനമുണ്ടോ? ശ്രീ RS രാജീവ്, ഇതിലൊക്കെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടല്ലോ. നഗരസഭ ഭരിക്കുന്ന ആരാണ്? സ്മൃതി, ഞാനൊന്ന് പറയട്ടെ സ്മൃതി. ഞാനൊന്ന് പറയട്ടെ. 2022 മന്ത്രിസഭാ യോഗം കൂടിയിട്ട് തിരുവനന്തപുരത്തെ ഈ തണ്ണീർത്തടം സംരക്ഷിക്കാൻ വേണ്ടി 24 കോടി രൂപ കൊടുത്തു. ഈ തണ്ണീർത്തടങ്ങളിൽ മുഴുവനുള്ള അഴുക്ക് മാറ്റുവാൻ വേണ്ടി 24 കോടി കൊടുത്തു. അതിനുശേഷം 2017 മുതൽ 2024 വരെ 43 കോടി രൂപ കൊടുത്തു. ഈ കഴിഞ്ഞ വർഷത്തെ കൊടുത്ത 8 കോടിയിൽ 2.6 കോടിയെ ചെലവഴിച്ചിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കി കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി കൊടുത്തു? എന്തുകൊണ്ട് ഇത് പാഴായിപ്പോയി? എന്തുകൊണ്ട് കൃത്യമായിട്ട് ഈ ആമഴിഞ്ഞാൽ തോട് ഉൾപ്പെടെയുള്ള ഈ കഴിഞ്ഞ മെയ്യിൽ കണ്ണമൂല ഭാഗത്ത് കെട്ടിയിട്ടുള്ള പാലം, ആ പാലത്തിൻ്റെ അടിയിൽ ഈ എല്ലാം വന്ന് അടിഞ്ഞു കൂടുന്നു. അത് പാലം അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ്, അത് മാറ്റണമെന്ന് പറഞ്ഞു. മാറ്റിയോ? തിരുവനന്തപുരത്ത് മാത്രമുള്ള മഴക്കെട്ട് ഇന്ന് ഏതുവരെയായെന്ന് പറയുമ്പോൾ അമ്പലമുക്ക്, പേരൂർക്കട, ഗൗരീശവട്ടം വരെയായി. എന്തുകൊണ്ടാണ്? ഈ ഓടകളെല്ലാം ഈ തോടുകളെല്ലാം ഈ ചവറുകൾ കൊണ്ട് നിൽക്കുന്നത്. അതൊന്ന്. 2, ഇത്രയും കാര്യമായിട്ട് കാര്യക്ഷമ പഠിച്ച് ഇന്ന് നമ്മുടെ മന്ത്രി MP രാജേഷ് പറഞ്ഞ എന്താണ്? കഴിഞ്ഞ 1 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയതാണ്. MP രാജേഷ് പറയുമ്പോൾ ഇത്രയും വർഷം അവരെന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് മാലിന്യം സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടോ? എവിടെയൊക്കെ നഗരസഭ പഠിച്ചു? തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ പോയി പഠിച്ചു മാലിന്യ സംസ്കരണത്തിന് വേണ്ടി? എത്ര കോടി രൂപ ചെലവാക്കി? ഇവിടെ ഒരു മാലിന്യ പ്ലാൻ ഉണ്ടോ? വീട്ടിൽ ഉറവിടത്തിൽ സംസ്കരണം എത്ര കോടി ചെലവഴിച്ചു? ഉറവിടത്തിൽ സംസ്കരണം നടക്കുന്നുണ്ടോ? ഇന്നത്തെ മന്ത്രിയും അന്ന് പഴയ മേയറുമായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി മേയറായിരിക്കുമ്പോഴാണ് ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി നടപ്പിലാക്കിയത്. അവസാനം ആ കാട്ടാക്കട പ്രദേശം മുഴുവൻ ചവറ് കൂന്മയായി. അതിനപ്പുറത്തേക്ക് എന്തിനാണ്? ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലെന്നേ. അത് പ്ലാനിങ് ഇല്ലാതെ ഇരുന്നിട്ട് കഴിവുകേടിന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കഴിവുകേട് നികത്താനുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. തനിക്ക് ഈ മേയറെ സംബന്ധിച്ചിടത്തോളം മേയർ കൃത്യമായിട്ട് എന്ത് കാര്യത്തിലാണ് ഇടപെടുന്നത്, എന്ത് വിഷയത്തിലാണ് ഇടപെടുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണമല്ലോ. കഴിഞ്ഞ 4 വർഷക്കാലമായല്ലോ. അതിന് മുമ്പിരുന്ന ശ്രീ പ്രശാന്ത് ഇന്ന് MLA കൂടിയാണല്ലോ. തിരുവനന്തപുരത്ത് മഴക്കെട്ടുണ്ട്, പ്രശ്നമാണ് എന്ന് എല്ലാം അറിയാമല്ലോ. എന്തെങ്കിലും ഒരു പരിഹാരം. നാൾ പോയുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ റോഡ് വഴി നടക്കാൻ പോലും പറ്റുന്നില്ല. കോടിക്കണക്കിന് രൂപ റോഡിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയും അമൃത് സിറ്റിയുടെയും പേരിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും തങ്ങളുടേതല്ല. ആ ടണലിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടെങ്കിൽ റെയിൽവേക്കെതിരെ നടപടിയെടുക്കണം. അഡ്വക്കേറ്റ് RS രാജീവ്, വീഴ്ച നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല എന്നാണോ? 3 തവണ കത്ത് നൽകി പിന്നെ നിയമ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ബോധ്യം എന്താണെന്ന് പറയൂ. റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെ കുറിച്ച് BJPയുടെ ബോധ്യം അല്ല, നിങ്ങളുടെ ബോധ്യം റെയിൽവേ കൊണ്ട് അത് ചെയ്യിക്കുക എന്നുള്ള ആർജവത്തിന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണല്ലോ. നഗരസഭ ഒന്നായി നിൽക്കണമല്ലോ. രാവിലെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു അതിനകത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. വീഴ്ചയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ബോധ്യമാണോ എന്നുള്ള ചോദ്യമാണ്. അതേ സമയത്ത് അഡ്വക്കേറ്റ് RS രാജീവ്, വീഴ്ചയുണ്ട് എന്നുള്ള
എന്നുള്ള ബോധ്യമുണ്ടോ? ഈ ജോയ് അടക്കമുള്ള ശുചീകരണ തൊഴിലാളികളെ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ അവിടെ ശുചീകരണത്തിന് ഇറക്കി വിട്ടതിന് ഉത്തരവാദിത്തമാർക്കാണ്? എങ്ങനെയാണ് ഒരു കരാർ നൽകുക? ഇവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ഇവിടെ തോട്ടിപ്പണി നിരോധിച്ചിട്ടുണ്ട് നിയമം മൂലം. തോട്ടിപ്പണി നിരോധിച്ചിട്ടുണ്ട് നിയമം മൂലം. ഞാൻ പറയട്ടെ അതെ എനിക്കറിയാം. തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയുന്നല്ലോ. ആ റെയിൽവേ കൊടുത്ത കോൺട്രാക്ടറിനെ ഇറക്കിയത് ആ ഇന്നലെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ആ മെഡിക്കൽ കോളേജിനകത്ത് ഒരു ദിവസം പൂർണ്ണമായിട്ട് രോഗി 3 പേരെ സസ്പെൻഡ് ചെയ്തല്ലോ. ആണോ? അതുപോലെയാണ് ഇത് റെയിൽവേ കോൺട്രാക്ട് കൊടുത്ത ഒരു കാര്യമാണ്. ആ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള അപാകത ഉണ്ടെങ്കിലും കോൺട്രാക്ട് കൊടുക്കുമ്പോൾ എന്താണ് മാനദണ്ഡം? ആർക്കാണ് കോൺട്രാക്ട് കൊടുക്കുന്നത്? എന്തിനാണ് കോൺട്രാക്ട് കൊടുക്കുന്നത്? എങ്ങനെ വേണം ശുചീകരണം എന്നുള്ളതൊക്കെ പറയില്ലേ? ഇതിനൊന്നും കൃത്യമായ മാനദണ്ഡങ്ങളില്ലേ? വെറുതെ അങ്ങ് കോൺട്രാക്ട് കൊടുക്കുകയാണ്. അത് പറയണ്ടെന്ന് പറയണില്ലല്ലോ. എന്താണ് നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ച് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു റെയിൽവേ മാത്രമാണ് കുറ്റം, അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള കുറ്റമാണെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് കഴിഞ്ഞ എത്രയും വർഷങ്ങളോട് കൂടി അടിഞ്ഞുകൂടിയ സാധനങ്ങൾ എടുത്ത് പറക്കാനുള്ള വിവേചനം വന്നത് ഇപ്പോഴാണ്. എന്തുകൊണ്ട് വന്നു? അവിടെ ചിന്തിക്കണ്ടേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മഴ വരുമ്പോഴും ഒരു പാവപ്പെട്ടവന്റെ മരണം ഉണ്ടാകുമ്പോഴും മാത്രം ചിന്തിച്ചു പോകേണ്ട കാര്യമാണോ? വലിയൊരു അപകടം വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്തുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ നഗരത്തിനകത്തുള്ള മുഴുവൻ പാർവതി പുത്തനാറുണ്ട്, ആമയഞ്ചാൻ തോടുണ്ട്, കിള്ളിയാറുണ്ട്, കരമറയാറുണ്ട്. ഞാൻ കേൾക്കട്ടെ സ്മൃതി, നഗരസഭയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു, ഈ തോടുകൾ അടുത്തൂടെ പോകുന്ന സ്ഥാപനങ്ങൾ, തോടുകൾ വെട്ടിപ്പിടിച്ച് അതിന്റെ മേലിൽ നിർത്തുന്ന നിർമ്മാണങ്ങൾ, ഹോസ്പിറ്റൽ ഉൾപ്പെടെ നിന്നും പുറത്തു വരുന്ന മാലിന്യങ്ങൾ തടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്ന് വരെ നടപടികളിലേക്ക് കടന്നിരുന്നല്ലോ. എവിടെ നടപടി എടുത്തു? ഏത് നടപടിയാണ് എടുത്തത്? ഓപ്പറേഷൻ അനന്ത തുടങ്ങുന്ന ഘട്ടത്തിൽ എവിടെയാണ് ഓപ്പറേഷൻ അനന്ത? എന്തുകൊണ്ട് പൂട്ടി? ഓപ്പറേഷൻ അനന്ത മുന്നോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓപ്പറേഷൻ അനന്ത ഫ്രീസറിലായി. യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ തിരുവനന്തപുരത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ശരി, തിരുവനന്തപുരത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ CPM പ്രതിനിധി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കേട്ടല്ലോ, സ്ഥലം എം പി എവിടെ? ശരി, സ്ഥലം MP എവിടെ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.